എന്റെ അമ്മാമ്മച്ചിയെന്നവ എന്നെ വിളിച്ചാ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവർ റോഡിൽ കയറ്റി വിട്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നടന്നുപോയി എന്റെ മക്കള് വെള്ളത്തിന് ദാഹിച്ചിട്ടുണ്ട്. കണ്ണുമോനെ എന്റെ കണ്ണുസേ എന്ന് വിളിച്ചാ മക്കളെ പാപ്പത്തിന്റെ അമ്മമ്മ കുളിക്കട്ടെ, എന്റെ കാമ്പൗണ്ടിനകത്ത് നീ കേറാൻ പാടില്ല. 2:30 മണിയൊക്കെ ആയി വരുമ്പോ എനിക്കത് ഇഷ്ടപ്പെടൂല. ഞാൻ കരഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന് അതിനെ കൈ തൂക്കിയെടുത്ത് കൊടുക്കണ കാര്യം പറഞ്ഞു തരാം. എവള് ഇവിടെ പിറന്തല അടിച്ച് ഇവിടെ വീണതാണ്. ഇവിടുന്ന് ഇങ്ങനെ എല്ലാം വാരി തേച്ച് കയ്യും പെറും അത്രയും ആക്കി നാളെ മുതൽ 8:30 മണി എന്നല്ല 8:35 ഞാൻ കതവ് കിടക്കും. ഇതിനകത്ത് ഞാൻ കേറ്റയില്ല. ഇതിന് പനി തള്ളയെ കാണാതെ വന്നപ്പോ 100 അതുകൊണ്ടാണ് നിങ്ങളെ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ദേഷ്യം കയറി. 1.5 വയസ്സുകാരൻ അർഷിദിന്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്നും നമ്മൾ ആരും ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ അർഷിദിന്റെ അമ്മയുടെ അമ്മ നമുക്കൊപ്പം ഉണ്ട്. എന്താ എന്റെ ഹൃദയം പൊളന്നുപോയി. എനിക്കിപ്പോഴും ആ വിട്ട് മാറിയിട്ടില്ല ഭാരം. ഇനിയുടെ അത് വിട്ട് മാറൂല എനിക്ക്. ഞാൻ അത്രയ്ക്ക് വളർത്തിയിട്ടുണ്ട്. വളർത്തിയത് ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് അവളെ കൈ കൊടുത്ത് അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് 5 ദിവസം ആശുപത്രിയിൽ നിന്ന് കാര്യങ്ങൾ കണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പ്രസവ ചിലവൊക്കെ അവളെ നോക്കിയെങ്കിലും ബാക്കിയെല്ലാം ഞാനാണ് നോക്കിയത്. കുളിപ്പിക്കുന്നത്, ആഹാരം കൊടുക്കുന്നതും അവൾക്ക് കൊടുക്കുന്നതും കൊച്ചിനെ സംരക്ഷിക്കുന്നതും എല്ലാം ഞാനായിരുന്നു. ഞാൻ എൻ്റെ 3 ചെറുകുട്ടികളെ വളർത്തിയതുപോലെ ഞാൻ അവനെ നോക്കി. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എൻ്റെ പൊന്നു മോനെ ഇവ ഇങ്ങനെ ഉപദ്രവിക്കാതായിരുന്നു. ഇവർ റോഡിൽ കയറ്റി വിട്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നടന്നുപോയി ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി വളർത്തേനായിരുന്നു. ഈ ഒരു വാർത്ത കേട്ട് ഈ കേരളത്തിലുള്ള അല്ല മലയാളികളായിട്ടുള്ള എല്ലാ അമ്മമാരുടെയും ഹൃദയം തകർന്നിരിക്കുകയാണ്. കാരണം കുട്ടികളില്ലാത്ത എത്രയോ അമ്മമാരുണ്ട് ഈ നമ്മുടെ ലോകത്ത്. എന്റെ മക്കളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ച് കൊന്ന്? അവ ഒരുപാട് വേദന അനുഭവിച്ചല്ലേ അത് പോയത്. അവൻ ജീവിതകാലം 90 വയസ്സ് വരെയുള്ള വേദന നിമിഷ നേരം വരെയും കൊണ്ട് അവൻ അനുഭവിച്ച്. എന്റെ മക്കള് വെള്ളത്തിന് ദാഹിച്ചിട്ടുണ്ട്. ദാഹിക്കൂലേ? എന്റെ മക്കൾ ഒരുപാട് വെള്ളത്തിന് ദാഹിച്ചിട്ടുണ്ട്. അമ്മാമ്മച്ചിയെന്നവ എന്നെ വിളിച്ചാ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതേപോലെ ഈ ദ്രോഹത്തിന് എന്നെ അമ്മമ്മന്നാണ് വിളിക്കുന്നത്. ഞാൻ കണ്ണൂസേ എന്നാണ് വിളിക്കുന്നത്. കണ്ണുമോനെ എന്റെ കണ്ണൂസേ എന്ന് വിളിച്ചാ വിളി കേൾക്കും എന്റെ മക്കൾ. കണ്ണൂസിനെ ഞാൻ അങ്ങനെയാണ് ഞാൻ നോക്കിയത്. ഞാൻ അടിക്കൂല, ഞാൻ വഴക്ക് പറയണേ എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും. അതുകൊണ്ട് ഞാൻ ദൂരോട്ട് ഞാൻ പറയും. പറഞ്ഞ ആരും കേൾക്കൂല. എന്തരത് ഒരു വഹം മിണ്ടൂല എന്ന് പറയുമ്പോ എന്റെ മുഖത്തൊക്കെ ഇരുന്നിട്ട് ബിമ്മു. ഇവിടെ വരുന്ന സമയത്ത് ഇവൻ ഈ അഷ്കർ എങ്ങനെയായിരുന്നു കുട്ടിയോടുള്ള പെരുമാറ്റം? കുട്ടിയെ കുളിപ്പിക്കും, എണ്ണ തേക്കും, അതിന് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ആഹാരം കൊടുക്കും, അതിനെ സംരക്ഷിക്കും. അതിന്റെ തലമുടി ഇവൻ വെട്ടുമായിരുന്നു. എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. അത് എങ്ങനെ എന്റെ മക്കൾ സഹായിച്ച്. എന്റെ മക്കൾ എന്തുമാത്രം വേദന തിന്ന് തീർത്ത്. എന്റെ മക്കളെ ആഗ്രഹിച്ച് കാണൂലേ ഞങ്ങളെ കാണണമെന്ന്. ഒരുപാട് ആഗ്രഹിച്ച് കാണും. ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചാണ്. എന്റെ മക്കൾക്ക് വിശന്നാ വെള്ളം വേണമെന്ന് ചോദിക്കാൻ അറിയില്ല, ആഹാരം വേണമെന്ന് ചോദിക്കാൻ അറിയില്ല. മക്കളെ മക്കൾക്ക് പാപ്പ വേണോ? ഓടും അവന്റെ പലഹാരപ്പെട്ടിയിലെടുത്ത് എടുത്ത് കൊടുക്കും. നമ്മള് കൂടുതലും അമ്മാമ്മയെടുത്തായിരുന്നു അവരുന്ന് ചോറ് വാരി കൊടുക്കണ്ട. വാരി കൊടുത്താൽ അവൻ കഴിക്കില്ല. അവന് സ്വന്തമായിട്ട് വാരി കഴിക്കണം. ഏതും അവന് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണം. ഞാനും അവന് ഒറ്റയ്ക്കുണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ ഇറങ്ങണമെങ്കിൽ അടുക്കളയിൽ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ കഞ്ഞി 2 ചോറ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചൊരു കരണ്ടിയും കൊടുത്തിട്ട് മക്കളെ പാപ്പത്തിന്റെ അമ്മമ്മ കുളിക്കട്ടെ, അവിടെ ഇരുന്ന് കിണ്ടി കിണ്ടി കളിച്ച് 2-3 ചോറ് വായിൽ പോകും. ഏപ്രിൽ 4, 11-ാം തീയതി വരെ കണ്ട്. അതിനുശേഷം കണ്ടില്ല. അതിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ഈ എന്റെ വീട്ടിൽ പോയാൽ എനിക്ക് അങ്ങനെ ഞാൻ ആരും വീട്ടിൽ പോകണമെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പോവില്ല. നിസാരം ആ വീട്ടിൽ തന്നെ ഞാൻ പോകണമെങ്കിലും എനിക്ക് തോന്നണമെങ്കിലേ ഞാൻ അവിടെ പോകും. അങ്ങനത്തെ ഞാൻ. അപ്പോഴും ഈ 11-ാം തീയതി ഇല്ല ഈ കൊച്ചിനെ കൈ മാറിയതിന് ശേഷം വരൂല. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നീ കയറരുത്, എന്റെ കാമ്പൗണ്ടിനകത്ത് നീ കയറാൻ പാടില്ല. എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ ഇനി എനിക്ക് മതി. ഞാൻ മരിച്ചു കിടന്നാലും അവരെ കൂട്ടുകാരെ കൊണ്ട് നീ എന്നെ അടക്കം ചെയ്യുള്ളൂ, നീ അല്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റാതെ ആക്കി. കാരണം ഇവന്റെ കൂടെ ചുറ്റി കറങ്ങാൻ നടക്കും. ചുറ്റി കറങ്ങിയിട്ട് വരുമ്പോ 2 മണി, 1:30 മണി, 1 മണി, 2:30 മണിയൊക്കെ ആയി വരുമ്പോ എനിക്കത് ഇഷ്ടപ്പെടൂല. ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും കുഞ്ഞ് ഞങ്ങളെ കൂടെ അവിടെ കാണും. ചില സമയങ്ങളിൽ കൊണ്ടുപോകും. ഞാൻ ഇഷ്ടം പോലെ ചുമട് ചെയ്യുമെന്ന് ജീവിച്ചവളാണ്.
ഇഷ്ടം പോലെ ചുമടിയൊന്ന് ജീവിച്ചാൽ മറ്റൊരു വഴിക്ക് ഞാൻ ഈ ജീവിച്ചോളല്ല. കാര്യം കൊണ്ടാണോ അമ്മാമയ്ക്കും ഇഷ്ടപ്പെടാഞ്ഞത്? ആ. ഈ ഇവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇവിടെ കളഞ്ഞിട്ട് അങ്ങ് പോകും. ഓ ഒരു രണ്ടുപേർക്കും കുഞ്ഞിനെ വേണ്ട. വേണ്ട. ഒരു ദിവസം അവിടെ ഇരുന്ന കൊച്ച് കരഞ്ഞപ്പോ ഇവർക്ക് ദേഷ്യം വന്ന് അതിനെ കൈ തൂക്കിയെടുത്ത്. ഞാൻ അങ്ങനെ ഒരു കുഞ്ഞുങ്ങളെയും കൈ തൂക്കി എടുക്കൂല, സമ്മതിക്കുകയില്ല. എന്റെ എന്തെങ്കിലും തെറ്റി കണ്ടാ ഞാൻ അപ്പോഴും അത് പറഞ്ഞ് ഞാൻ വെട്ടി തുറന്ന് അവിടെ ആരായാലും ഞാൻ പറയും. കൈ തൂക്കി ഇങ്ങനെ എടുത്ത ഞാൻ പറഞ്ഞു, ചന്ദന നീ അപ്പ കൈ തൂക്കി എടുക്കരുത്, അവിടെ ഇണിഞ്ഞു പോയാ നമുക്ക് അഖിലയുടെ പേര്, നീ കൈ ഇവിടെ പോയാ അപ്പൊ ആര് സംരക്ഷിക്കും? നമുക്ക് ആര് വരുമാനം ഉണ്ട് തരാൻ? നമുക്ക് ഒരു വരുമാനം ഇല്ല. നിന്റെ അമ്മ കഷ്ടപ്പെടണേ. ഞാൻ ഇല്ല, അങ്ങനെ ഉപദ്രവിക്കില്ല, ഇങ്ങനെ തൂക്കിയെടുത്തോണ്ട് സന്തോഷമുള്ള കാര്യത്തിന് ഒരു വിലങ്ങതടിയായിട്ട് കുഞ്ഞ് നിൽക്കുന്നു അവർക്കുണ്ട്. അല്ലെങ്കിൽ തരാമല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് ഇത് വരൂലല്ലോ എന്റെ മോന്. അല്ല, ഞാൻ ഒരു കാര്യം, ഈ കുഞ്ഞിനെ ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ അമ്മാമ്മയ്ക്ക്, പിന്നെ ഈ ഇവര് കൊണ്ടുപോകാതെ എനിക്ക് ദേഷ്യം കയറിയത് ഇവള് പിന്നെ എന്തിനാ കുഞ്ഞിന് തിരിച്ചു കൊടുക്കണ കാര്യം പറഞ്ഞുതരാം. ഇവള് ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴത്തേക്ക് ഞാൻ താഴെ വിളയുന്നു, വിറവ് ഉറക്കുകയാണ്. അപ്പൊ എന്റെ മൂത്ത ചെറുട്ടി ഞാൻ വീണ് തലയെല്ലാം പൊട്ടി 5 ദിവസം മെഡിക്കൽ കോളേജിൽ വെള്ളം തരാതൊക്കെ ഇട്ടിരുന്ന് അമ്മയും മോനെയും കൊണ്ട് എഴുതി ഒപ്പിട്ടൊക്കെ വെച്ചതിന് ശേഷമാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തയച്ചത്. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട്. വീഴരുത്, ഒരു തട്ടിമുട്ട് കേൾക്കരുത്, തലയെ ചുമണ്ട് വെക്കരുതെന്നൊക്കെയാണ് എഴുതി വെച്ച് വിട്ടത്. അതെല്ലാം അന്നൊക്കെ എനിക്ക് തലച്ചുറ്റലാണ്, എനിക്ക് എഴിക്കാൻ പറ്റില്ല, അരവായ എനിക്ക് തുറക്കാൻ പറ്റും, വെറും തലയടിച്ച് ഇവിടെ വീണതാണ്. അങ്ങനെ കഴിഞ്ഞ് അതുകൊണ്ട് വിറവ് പറക്കി വെച്ചാലും എന്റെ ഈ കക്ഷത്ത് വെച്ച് കൊണ്ടുവരെ ഇങ്ങനെ കൊണ്ടുവരെ ചെയ്യും. ഞാൻ ചെയ്തത് അത് ഞാൻ ചെയ്തത് പറഞ്ഞുതരാം. ഇവള് കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് അവള് കൊണ്ടുപോയി. ഒരു ദിവസം പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചോണ്ട് അവനും അവന്റെ വണ്ടിയിലെ കിളികളും കൂടെ കയറിപ്പോയി. അവൻ നന്നോട്ട് പോയിട്ട് വിളിക്കണം, നീ അപ്പി അവിടെ ആക്കിയിട്ട് നീ വാ, നമുക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞ അവന്റെ വായി കുരുവില്ലായിരുന്നല്ലേ, അവൻ ഇവിടുന്നല്ലേ ആഹാരം കഴിച്ചോണ്ട് പോയത്. അവന് നിന്നോട് പറഞ്ഞ് നിന്നെയും കൊണ്ട് അവനെ പോവാ. അവിടെ ചെന്ന് നിന്നിട്ട് വിളിക്കുമ്പോ നീ എന്തൊരു പ്ലെയിൻ വഴി പോവോന്ന് ചോദിച്ചു. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് അവള് സാധനങ്ങൾ പറക്കണേ, ബാഗിനകത്ത് കുത്തിച്ചെരുക്കണേ, കൊണ്ടുപോവാൻ. ഇവിടെ ആഹാരം കോരി വെച്ചോളാം, ആഹാരം കഴിക്കാൻ എല്ലാം ചെയ്യണം. ഞാൻ കേട്ട്, ചന്ദന നീ എവിടെ പോകാൻ പെരുങ്ങണം? അത് എന്നെ വിളിക്കണം, ചേട്ടൻ വിളിക്കണം, ഞാൻ പോണം. ഞാൻ കേട്ട്, അപ്പയോ നിങ്ങൾ നോക്കിയോളി, എനിക്ക് നോക്കാൻ വയ്യ, എനിക്ക് നോക്കാൻ വേണ്ടല്ല, അവൻ നോക്കിക്കോട്ടെ, എനിക്ക് നോക്കാൻ വയ്യ. അപ്പോഴൊക്കെ ഞാൻ ഇളുത്തെളുത്ത് നിൽക്കുകയാണ്. അമ്മ ഇല്ല, അവള് ജോലിക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവള് മുരുങ്ങൻ കരിയും കൺമഷി അതൊക്കെ പറക്കി വെച്ചിരുന്നു. ഇവൻ ചെന്ന് ഈ കൺമഷി എല്ലാം എടുത്ത് അവിടുന്ന് ഇങ്ങനെ എല്ലാം വാരി തേച്ച് കയ്യും പെറും അത്രയും ആക്കി ഇവൻ വീറുന്ന വേഷത്തിൽ നിൽക്കണം കൊച്ച്. അപ്പൊ എനിക്ക് ചിരി വന്നില്ല. ചിരി വരുമ്പോ ഇവള് കൊച്ചിനെ അടിക്കണമെങ്കിലോ എന്ന് എഴുതി ഞാൻ ചിരിച്ചില്ല. ഇവള് ദേഷ്യപ്പെട്ട് അവനെ പിടിച്ച് അവിടെ കൊണ്ടൊക്കെ ഇരുത്തി കയ്യിലൊക്കെ വീണ്ടും തൂക്കിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ നിന്ന് വല്ലതാ വാങ്ങിച്ച് പിടിക്കും, ചന്ദന എന്റെ സ്വഭാവം നിനക്കറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടാതെ എല്ലാം തുടച്ച് പറക്കിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട്, എന്നാ ഇവള് വീണ്ടും അത് മാറ്റണില്ല. ഞാൻ ചോദിച്ചതല്ല അമ്മ, ഈ കുട്ടിയുടെ അടുത്ത് ഇത്ര സ്നേഹമുണ്ട് അമ്മാമയ്ക്ക്, ഇവർക്ക് രണ്ടുപേർക്കും കുട്ടിയെ വേണ്ടാന്നുള്ള രീതിയിലാണല്ലോ അവര് പോണത്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഇവിടെ ആക്കിയിട്ടല്ലേ പോയത്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാം സാഹചര്യം അങ്ങനെ ആയിരുന്നു? നോക്കാത്ത കാര്യം ഇവള് നന്ദിയോട് വരെ പോയില്ല. മുകളിൽ കയറി തിരിച്ച് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കി. അവള് കൊണ്ടുപോയി ബാഗ് ഇവിടെ കൊണ്ടിട്ട് ഇവളിറങ്ങി ഓടിപ്പോയിട്ട് 8-8:30 മണിയായപ്പം തിരിച്ചു വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഒറ്റക്ഷരം മിണ്ടിയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഞാൻ കേട്ടു, ചന്ദന നീ കൊച്ചിനെ ഇവിടെ തള്ളിയിട്ട് നീ എവിടെ പോയത്? അത് ഞങ്ങൾ ചായ കുടിക്കാൻ പോയത്. 8:30 മണി വരെ ചായ കുടിക്കണോ? അത് ഞങ്ങൾ ചായയും കുടിച്ചിട്ട് അതിലേക്ക് കറങ്ങി ചിറ്റിട്ട് വന്നു. ശരി, നാളെ മുതൽ 8:30 മണി എന്നുള്ള 8:35 ഞാൻ കതവ് അടയ്ക്കും, ഇതിനകത്ത് ഞാൻ കയറ്റയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് അതേപോലെ ചെയ്തു. കതവ് അടച്ച് കുറ്റിയിട്ട് 8:35 അടച്ചവിടെ ഇരുന്നു. ഞാൻ 10:30 മണി വരെ 24-ഉം ഏഷ്യനെറ്റും കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ കിടക്കാൻ പോകും. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ ആഹാരം കഴിക്കും, പട്ടിയുടെ അടുത്ത് പോകും, എന്റെ വീട്ടിലെ ജോലികൾ ഒതുക്കും. കൊണ്ടുപോയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നി. എന്നിട്ട് ഇവിടെ വന്നിരുന്ന തങ്ങളുടെ ഇടിയും കതവ് തുറക്കാം. ഞാൻ തുറന്നില്ല. മോളഴിച്ച് വന്ന് കതവ് തുറന്ന് കയറി. അവള് കുറെ വഴക്കെല്ലാം പറഞ്ഞിട്ട് മൈൻഡ് വെക്കാതെ പോണം. അത് എങ്ങനെ അത് എങ്ങനെ ഞാൻ കൊടുത്ത് പാലോട് അല്ല പച്ചയില് ഉത്സവം ഒരാഴ്ചക്ക് മുമ്പേ ഡാൻസ് ആടാൻ നടക്കണം. അപ്പൊ ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് എത്ര ദിവസം വരെയൊക്കെ മാറി നിന്നിട്ടുണ്ട്? ഇപ്പൊ 1.5-2 മാസം വരെ അവൾ അങ്ങനെ നിന്നു. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് എങ്ങനെ ഏൽപ്പിച്ചത്? ഇവള് പോയിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ വയ്ക്കണം. എന്റെ ചെറുകുട്ടിയുടെ ഭാര്യയെ കൊടുത്ത്
ഇതിന് പനി തള്ളയെ കാണാതെ വന്നപ്പോ 105 ഡിഗ്രി 8 ഡിഗ്രി വരെ പനിച്ച്. ഇവിടെ ഇവക്ക് 2 കുട്ടികൾ, ഒന്നിനെ ഇവിടെ ഇരുത്തി ഒന്നിനെ ഇവിടെ ഇരുത്തി ആട്ടോയിൽ നടത്തി കുച്ചരിയും വെച്ച് നെറ്റിൽ തുണി ഒട്ടിച്ച് കൊണ്ടുപോണ്. അമ്മ എന്റെ മോളെ വിളിക്കണം, അമ്മ ഓടി വാ അമ്മ, കണ്ണൂസിന് വയ്യ അമ്മ, കണ്ണൂസിന് ഭയങ്കര പനി കൂടുന്നു. അവള് തലകറിക്ക് അവിടുന്ന് ബസ്സിൽ ഇരുന്ന് കരഞ്ഞിരഞ്ഞ് ഓടുന്നു. എന്നിട്ട് അങ്ങോട്ട് വന്ന് ആശുപത്രി കയറി മരുന്ന് വാങ്ങിച്ച് ഇഞ്ചക്ഷൻ എടുത്ത്. റീനേര മരുമകള് 3 കുട്ടികളെന്ന് വെച്ചാൽ അവളാ 2 കുട്ടികൾ അവളെയും കൊണ്ടുപോയത്. കൊണ്ടുവന്നിട്ട് എവിടെ വിളിക്കണ, ചേച്ചി നീ വാ, അപ്പിയെ കാണണം, അപ്പിക്ക് ഒരു പൊടിയും വയ്യ, അപ്പിക്ക് പനി കൂടുതലാണ്. 2 മാസം വരെ തുടർച്ചയായിട്ട് കുട്ടിയെ കാണാതിരിക്കുമോ? ഇരുന്ന് ഇതേവരെ ഇരുന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു 6 മാസത്തേക്ക് ഇപ്പുറം വെച്ച് ഇവിടെ അങ്ങനെ ഇരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ദേഷ്യം കയറി. കയറിയത് എങ്ങനെ, എവിടെ ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ടത് ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിനെ എടുക്കണ്, ഉമ്മം വയ്ക്കണ്, അടുത്ത് വെച്ച് കിടത്തണ്, അതിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണ്, എല്ലാം ചെയ്യുന്ന. ഉത്സവ പറമ്പിൽ കൊണ്ടുപോകണം, 2 കൂടെ എടുത്ത് തോളിൽ വെക്കണം, ഏന്തി പിടിച്ചുകൊണ്ട് നടക്കണം. ഈ മോളിലെ വീട്ടിലെ പിള്ളേര് കാണാൻ പോയിട്ട് എന്റെ അടുത്ത് രാവിലെ പറഞ്ഞു, ചേച്ചി ചന്ദനയ്ക്ക് ഈ പെങ്കൊച്ച എവിടുന്ന്? ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യാക്കളെ, ഞാൻ ഉത്സവ പറമ്പിൽ ഞാൻ പോകൂല, ഇവിടെ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ പോകൂ, എനിക്ക് രാത്രി സഞ്ചാരം എനിക്ക് ഇഷ്ടമല്ല, എനിക്കറിയാൻ വയ്യ മക്കളെ. അതിനുശേഷമാണ് പറഞ്ഞത് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോഴേ ഞാൻ ഇത് തിരക്കിയത് ഇല്ല, ആ കൊച്ചിനോട് കാണിക്കണേക്കാളും ഇതല്ലേ ഒരു ഉപകാരം കാണും ഇതിന്. അങ്ങനെ എനിക്ക് വാശി കയറി. ഞാൻ എവിടെ തെറിഞ്ഞ് ഇതിനൊരു കൊച്ചിന് അപകടം പറ്റിയ സമയത്ത് കൈ ഒടിഞ്ഞതിന് ശേഷം അതൊന്നും അപ്പോഴൊന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അപ്പോഴും ഞാൻ അവിടുത്തെ പറഞ്ഞ് അതിനുശേഷം പിന്നെ ഈ മരണ വാർത്തയാണോ അറിയുന്നത്. ഈ കൊച്ചിനെ നീ ഏൽപ്പിക്കണം, ഏൽപ്പിക്കേണ്ടവരെ നീ ഏൽപ്പിച്ചോ, എനിക്ക് നോക്കാൻ വയ്യ, എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ഞാൻ എന്നിട്ട് ഒരു അടുക്കള വീട്ടിലെ ജോലിക്ക് പോയി. അതെ, എനിക്ക് ആയിരിക്കാം, ഉറപ്പാണ്. കുഞ്ഞിനെ പലപ്പോഴും വേണ്ടായിരുന്നല്ലോ. അല്ല, ആയിരുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ വരൂലല്ലോ.